ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ എല്ലാം അടുക്കിപ്പറക്കി വെച്ചിരിക്കുന്നത്, അമ്മ എന്താ നാട് വിട്ട് പോവുകയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മോളുടെ അച്ഛൻ പറയുന്ന പോലെയാണ്. മോളുടെ അച്ഛൻ പറയാ ഇവിടെ നിന്ന് താമസം മാറണമെന്ന്. താമസം മാറാനോ? എങ്ങോട്ടേക്ക്? നമ്മൾ എങ്ങോട്ട് പോകുന്നു അച്ഛാ? നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു. ഏയ് പറ്റില്ല അച്ഛാ, നാട്ടിലേക്ക് പോകാനായിട്ടൊന്നും പറ്റിയൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി മോളെ, നമ്മൾ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോയിരിക്കും അച്ഛാ. അച്ഛൻ പറയുന്ന അനുസരിച്ചിട്ടേ ഈ ഭൂമിക്ക് ഇതുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അച്ഛനനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം എറിഞ്ഞിട്ടിട്ട് ചില ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് അച്ഛാ. ഇത് കേട്ടാ നമ്മുടെ ഈ അച്ഛൻ്റെ ദേഷ്യം വരികയാണ്. ഭൂമി പോകണമെന്ന് പറഞ്ഞാൽ പോകണം, മനസ്സിലായല്ലോ? അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ദേഷ്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഭൂമി പറയാം, ശരി അച്ഛാ, അച്ഛനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാട്ടിലേക്ക് പോകണം. അത് അച്ഛനിപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല, എൻ്റെ ലക്ഷ്യങ്ങൾ മറന്നത് കൊണ്ടല്ല ഞാൻ അച്ഛനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ യഥാർത്ഥ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അച്ഛനൊന്നും മനസ്സ് ചിന്തിക്കാതെ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അച്ഛാ. നമുക്ക് പോകാം, നാട്ടിലേക്ക് പോകാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അങ്ങോട്ട് കയറി പോവുകയാണ്. അച്ചുവേട്ടാ, എന്താ അച്ചുവേട്ട ഇത്? ഞാൻ പറഞ്ഞല്ലേ അവൾ സമ്മതിക്കില്ല എന്ന്. അവൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. അവളുടെ സങ്കടങ്ങളെല്ലാം മാറും. പക്ഷേ നമ്മുടെ മോള് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഈ അച്യുതൻ നേരെ പോയി കാറിലേക്ക് ഇരിക്കുക. കാറിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ പഴയ ഓർമ്മകളെല്ലാം അച്യുതൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വരികയാണ്. ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ പറയുകയാണ്, ഈ കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിച്ചതാണ് ഒരു സ്ത്രീ, അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയണ്ട എന്നും വിചാരിച്ചുകൊണ്ട് നമ്മുടെ അച്യുതൻ ഭാര്യയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രഹസ്യമായിട്ട് തന്നെ നമ്മുടെ അച്യുതൻ ഭാര്യയോട് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അന്ന് തന്നെ എസ്കേപ്പായി നേരെ അവർ ഈ നാട്ടിലേക്ക് എത്തിയിട്ട് ഈ ഭാര്യ ചോദിക്കുകയാണ്, അച്ചുവേട്ടാ നമുക്ക് കുഞ്ഞിനൊരു പേരിടണ്ടേ അച്ചുവേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ പേരിടണം, എൻ്റെ മനസ്സിലൊരു പേരുണ്ട്, നമുക്ക് സീത എന്നിട്ടാലോ? പിന്നെ അതെല്ലാവർക്കും ഉള്ള പേരാണ് സീത എന്നൊക്കെ, പക്ഷേ അതിന് ചേർന്നൊരു പേര് ഞാൻ ഇടട്ടെ അച്ചുവേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ പേര്? ഭൂമിജ. അതെങ്ങനെയുണ്ട് ആ പേര്? നമുക്കപ്പോൾ ചുരുക്കി ഭൂമി എന്ന് വിളിക്കുകയും ചെയ്യാലോ. അതേതായാലും കൊള്ളാലോ, ഭൂമിജേ, ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ കൊച്ചിന് പേരിടുന്ന ആ രംഗങ്ങളെല്ലാം ഈ ഒരു നിമിഷം കൊണ്ട് അച്യുതൻ ആലോചിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് അതേ കാറിലേക്ക് ഭൂമിയും കയറി വരുന്നത്. ഭൂമിയും കയറി വന്നിട്ട് എന്താ അച്ഛാ, അച്ഛൻ എന്താ പറ്റിയത്, അച്ഛൻ എന്തിനെങ്ങനെ തനിച്ചിരിക്കുന്നത്, അച്ഛൻ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല, പക്ഷെ അച്ഛൻ്റെ സാഹചര്യം എങ്ങനെയായി പോയി, അതുകൊണ്ട് അച്ഛൻ പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. പറഞ്ഞല്ലോ അച്ഛാ, നമുക്ക് പോകാം. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടല്ലോ അച്ഛാ, അച്ഛൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആ കടയൊക്കെ വിട്ടു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാത്ത കാര്യം. നമ്മളുടെ ഒരു വരുമാനമല്ലേ ആ കട. അപ്പോൾ ആ കട കൊണ്ടല്ലേ നമ്മൾ കഴിയുന്നത്. അപ്പോൾ ആ കടയെ വിട്ടൊക്കെ പോകുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് അച്ഛനോട് അങ്ങനെ പറയേണ്ടി വന്നത്. ഇനി അച്ഛയുടെ സന്തോഷം തന്നെ ആവട്ടെ അച്ഛാ. അപ്പോൾ അച്ഛാ, പക്ഷെ ഒരു കാര്യം, ഈ കാറ് നമുക്ക് കൊണ്ടുപോകണ്ടേ? ഈ കാറ് കൊണ്ടുപോകാനോ? അതൊക്കെ നടക്കാത്ത കാര്യമാണ് മോളെ. ഈ കാറ് എന്നേക്കുമായി ഞാനിവിടെ ഉപേക്ഷിക്കുന്നു, ഏതെങ്കിലും ആക്രിക്കാർക്ക് കൊടുക്കാം. ഇത് കേട്ടാ ഭൂമിക്ക് സങ്കടം വരികയാണ്. ആക്രിക്കാർക്ക് കൊടുക്കാനോ? അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ച ഈ കാറ് ആക്രിക്കാരന് കൊടുക്കാനോ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അച്ഛാ. ഈ കാറും കൊണ്ട് നമ്മൾ പോകും. എങ്ങനെയെങ്കിലും ഈ ഭൂമി നാട്ടിലേക്ക് ഈ കാർ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് ഭൂമി പറയാം. അച്ഛാ, പിന്നെ എല്ലാവരോടും പറയണ്ടേ അച്ഛാ? ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരോടും നമ്മൾ പോകുന്ന കാര്യം പറയണ്ടേ? മോളെ അങ്ങനെ വിശദമായിട്ട് ആരോടൊന്നും പറയണ്ട അച്ഛാ. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞാലും നമ്മളുടെ സൗഹൃദം പുകർത്താനൊന്നും ആരും വരാനായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ പറഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അതല്ല പറഞ്ഞേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി അച്ഛാ, ഞാൻ ആരോടും കൃത്യമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അതേപോലെ തന്നെ നടക്കട്ടെ, അത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം എന്നും പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയെ കാണിക്കണം. അപ്പോൾ മുത്തശ്ശി കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണക്കാരൻ്റെയും അതും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാധവൻ ജോഗിങ് കഴിഞ്ഞ് വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും, എടാ നിനക്കേ ഇവളെയും കൂടി ഒന്ന് കൊണ്ടുപോയിക്കൂടെ ഓടാനായിട്ട്, ഇവൾ തടിയൊക്കെ ഒന്ന് കുറയട്ടേന്നേ. എൻ്റെ പൊന്നമ്മേ ഞാൻ പറയാറുണ്ട്, പക്ഷെ കേൾക്കാത്തതിനിപ്പോൾ എന്ത് ചെയ്യാനാ? എടി നീയും പോണോ കേട്ടോ,
ഈ ഓട്ടത്തിനൊക്കെ ഇച്ചിരി തടിയൊക്കെ കുറയട്ടെ, എക്സസൈസ് ആവട്ടെ. അവൾ എക്സസൈസ് ചെയ്യും, ഭക്ഷണ സമയത്ത് മാത്രം, അല്ലാതെ ഇരുന്ന് കുത്തിയിരിപ്പല്ലേ. ഇത് കണ്ടോ അമ്മ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് ചിരി വന്നിട്ട് രക്ഷയില്ല. അതേ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ എനിക്ക് എത്ര കൊച്ചുമക്കളാണെന്നാ വിചാരം? അപ്പോൾ കൊച്ചുമക്കളുടെ പേരൊക്കെ പറയുകയാണ്. അപ്പോൾ അതിലൊരാളെയാണ് അഭിരാമി. അഭിരാമിയാണ് കാണാതെ പോയിരിക്കുന്നത്. ബാക്കി 3 കൊച്ചുമക്കളും ഉണ്ട് എനിക്ക്. ആ സമയത്ത് നിൻ്റെ മോൾ എവിടെ പോയി? അത് പിന്നെ അമ്മ, അവൾ കല്യാണം കഴിച്ച് പോയതുകൊണ്ടല്ലേ. കല്യാണം കഴിച്ച് പോയെന്ന് വിചാരിച്ച് സ്വന്തം വീട് മറക്കണോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരാറ് പോലും ഇല്ല അവൾ. എത്രയും പെട്ടെന്ന് അവളെ വിളിക്കണം, ഇങ്ങോട്ട് വരാനായിട്ട് പറയണം. ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവാണ്. എന്താ ഭർത്താവ് വിടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ കുടുംബത്തിൽ? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേൾക്ക്, അവളെയും വിളിച്ച് ഇങ്ങോട്ട് വരുത്തണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് പോവുക. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും? അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് പറഞ്ഞാലും തർക്കുത്തരം മാത്രമല്ലേ പറയുള്ളൂ, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ അവിടെ സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അഞ്ജനയാണ്. അപ്പോൾ അഞ്ജന ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക സമയത്ത് ഈ ഇവൾ വന്നിട്ട് പറയുകയാണ്, നീ ഇപ്പം എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക? ഈ ഫോൺ നോണ്ടിക്കൊണ്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ ഇതൊരു ഗെയിമാണ്, ആ ഗെയിമൊന്ന് കളിച്ചെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? ഇതിപ്പോൾ തീരുമല്ലോ. നമ്മളൊരു ഗെയിം കളിക്കുന്നുണ്ട്, ആ ഗെയിമിൽ വേണം മാത്രം ശ്രദ്ധിക്കാനായിട്ട്. ആ ഗെയിം 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തീരൂല, വർഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ ആ ഗെയിം അവസാനിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അത് കാത്തിരുന്നേ മതിയാവുള്ളൂ. നീ ഇങ്ങനെ തോന്നിയാസം പോലെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ലക്ഷ്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അഞ്ജന എന്ന് പറയാണ്. അമ്മേ മനസ്സിലായി, നീ ഇന്ന് അജയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്താ അതിനെന്നെ നാണം കെടുത്തിയ കാര്യം ഒന്നും ചോദിക്കാത്ത എന്താ? ഞാനവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ മോന്തേ മെറിപ്പിച്ചിരിക്കുന്ന ഇരിപ്പ് കാണണമായിരുന്നു. ഞാനേതോ അനാവശ്യമായ കാര്യം പറഞ്ഞതുപോലെയാണ് അജയ് എന്നെ ആ സമയത്ത് നോക്കിയത്. ഇതൊക്കെ ഭയങ്കര ഇൻസൾട്ടായ കാര്യമാണ് അമ്മേ. നീ അജയ്ക്ക് മെസ്സേജ് എടുക്കാറുണ്ടോ? എന്നിട്ട് അവൾ എന്ത് റിപ്ലൈ തന്നു? നല്ല റിപ്ലൈ ആണ്, പിന്നെ ഭയങ്കര നല്ല റിപ്ലൈ അല്ലേ തരുന്നത്. നാണം കെട്ട ഒരവസ്ഥയിലാണ് ജീവിക്കുന്നത്. മോളെ എന്ത് പറഞ്ഞാലും അതെല്ലാം ക്ഷമിച്ചും സഹിച്ചൊക്കെ ഇരുന്നേ നമുക്ക് മതിയാവുള്ളൂ, നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകുന്ന പോലെ. പക്ഷേ അജയ് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അജയ് വിട്ടുകൊടുക്കുകയൊന്നുമില്ലമ്മേ, എൻ്റെ ആവശ്യമായി പോയല്ലേ, അതെല്ലാം നടത്തിയെടുത്തല്ലേ മതിയാവുള്ളൂ. പക്ഷേ അജയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഭൂമി തന്നെയാണ്. ഏത്? ആ ചായക്കടക്കാരിയോ? അതേന്നെ. അതൊക്കെ നിന്നെ വട്ടുകളിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞായിരിക്കും. അല്ല, എന്നെ വട്ടുകളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൻ എന്നോട് നേരിട്ട് പറഞ്ഞു, അവന് ഭൂമിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയെ തന്നെ കല്യാണം കഴിക്കുള്ളെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് ആകെ ടെൻഷനാവുക. ഭൂമിയല്ല, അവളാണ് അഭിരാമി. അവള് അജയുടെ മുറപ്പെണ്ണ് തന്നെയാ. ചെറുപ്പത്തിലെ അജയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അഭിരാമിയെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അമ്മ എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നത്? അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോള് ടെൻഷൻ അടിക്കണ്ട. ഭൂമി ഇനി ഈ ലോകത്തുണ്ടാവില്ല. എന്താ അമ്മ അവളെ കൊല്ലാൻ പോവാണോ? നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ കൊല്ലണമല്ലോ, അല്ലാതെ വേറൊരു രക്ഷയില്ലല്ലോ. നിനക്ക് ഞാൻ വാക്ക് തരുന്നു, അവളെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും നിന്റെയും അജയുടെയും കല്യാണം ഞാൻ നടത്തി തരിക്കും. ഇനി അവൾ ഈ ഭൂലോകത്തുണ്ടാകാൻ പോകുന്നില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭൂമി. അപ്പോൾ ഭൂമി ഈ കടയിലെ ചേച്ചിനോട് പറയുകയാണ്, ചേച്ചി ഞാൻ പോവുകയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ, അയ്യോ ഭൂമി അപ്പോൾ പോവുകയാണോ? അപ്പോൾ ഈ കട ഇട്ടിട്ട് പോവുകയാണോ? ഭൂമി ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഭൂമി. ഞാൻ എന്ത് ചെയ്യാനാണ് ചേച്ചി? അച്ഛനെടുത്തൊരു തീരുമാനങ്ങളാണ്. അപ്പോൾ അച്ഛനെ എനിക്ക് വിഷമിപ്പിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത്. ചേച്ചി ഏതായാലും ഞാൻ ഒരു പോക്ക് പോകുന്നില്ല, ഒരു 3-4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ വരും ചേച്ചി. അതുവരെ ചേച്ചി കട നോക്ക്. ചേച്ചി ഇപ്പോൾ സൂപ്പറാണ്, ചേച്ചിക്ക് നന്നായിട്ട് കട നോക്കാനൊക്കെ നന്നായിട്ട് അറിയാം. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ചേച്ചി പേടിക്കണ്ട എന്ന് പറയാം. ചേച്ചി ഞാൻ ഏതായാലും സ്റ്റേഷനിൽ കൊണ്ട് ചായ കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി സ്റ്റേഷനിലേക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും ചായ കൊടുത്ത് പിന്നെ എസ്ഐയുടെ റൂമിലേക്ക് കയറുകയാണ്. ഭൂമി എന്താ ഭൂമി നാട്ടിലേക്ക് പോകുന്നതെന്നൊക്കെ അറിഞ്ഞല്ലോ? അതെ സാറേ, നാട്ടിലേക്ക് പോവാണ്. സാറിന് ഒരു 17 വയസ്സായ കാര്യം പെൺകുട്ടിയെ നോക്കട്ടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു ഭൂമി ഒരു 18 വയസ്സ് ആയിക്കോട്ടെ, 17 വയസ്സായ പ്രശ്നമോ? എല്ലാ കിളവന്മാർക്കും 18 വയസ്സ്, അതാണ് ഇപ്പോൾ ഇഷ്ടം. എങ്കിൽ പിന്നെ അതിനേക്കാളും കുറച്ചുകൂടി കൂടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, മനസ്സിലിരിപ്പൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് പോയി നേരെ സിയുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്ക് അജയ് എന്നോട് പറയണമെന്നാ സാറേ ചായ എന്നും പറഞ്ഞുകൊണ്ട്. സാറേ ഇനി ചായ കൊണ്ടുതരാനും ഞാനുണ്ടാവില്ല കേട്ടോ. താനോട് പോകുന്നടോ?
ഞാൻ നാട്ടിലേക്ക് പോവാണ് സാറേ. നാട്ടിലേക്ക് പോവാണോ? അതെന്താടോ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള കാരണമൊക്കെ? അത് അച്ഛൻ്റെ ആഗ്രഹമാണ്. അല്ല, നാട്ടിലെവിടെയാടോ? അത് പിന്നെ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. കൃത്യമായിട്ട് സ്ഥലം പറയരുതെന്ന്. അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞ സാറിന് അറിയില്ല സാറേ. അയ്യോ, അപ്പോൾ തന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ. എന്താ സാറേ, സാറിന് തല്ലുകൂടാനാണോ? തല്ലുകൂടാനാണെങ്കിൽ തല്ലുകൂടാൻ, അതിലും ഒരു രസമൊക്കെ ഉണ്ടല്ലോ. തൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ചായ കിട്ടില്ല, തന്നോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം സാറിന് എന്നെ ഇഷ്ടമാണല്ലേ? പിന്നല്ലാതെ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ തൻ്റെ ഇതിൽ എന്താ ഉള്ളത്? ഒരു നല്ലൊരു പെൺകുട്ടി അല്ലേ, നല്ലൊരു ക്യാരക്ടർ. അപ്പോൾ പിന്നെ തന്നെ ഇല്ലാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ലല്ലോ. തൻ്റെ കട പോലെ തന്നെയാണ് തൻ്റെ രീതികളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കട ഇങ്ങനെ ആലോചിക്കുകയാണ്. ആലോചിച്ചപ്പോഴേക്കും ഭൂമി പറയുകയാണ്, അതെ സാറേ, ഞാൻ പക്ഷേ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വരും. ഇപ്പോൾ 2-3 ആഴ്ച കഴിയണ വരെ തന്നോട് സംസാരിക്കാൻ പറ്റില്ല, തന്നെ കാണാനും പറ്റില്ല. താൻ വലിയൊരു സംഭവം തന്നെയാണ്. താൻ ഈ സ്റ്റേഷനിലെ മുഴുവനും നിറഞ്ഞു നിൽക്കുക. അപ്പോൾ താനില്ലാത്തത് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണോ ഭൂമി? അതെ, പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു മടങ്ങി വരണം, കേട്ടല്ലോ? എത്രയും പെട്ടെന്ന്. ശരി, പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അജയ് പറഞ്ഞയക്കുക. ഭൂമിയും വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.